ഹായ് ഗായ്സ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം മുന്നേ നമ്മുടെ ലാലേട്ടൻ മോഹൻലാൽ, ആക്ടർ മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന, ജീവിതത്തിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന മൂവിയുടെ ട്രെയിലർ പുറത്തിറങ്ങുകയുണ്ടായി. ഒരുപാട് നാളായി ആ പടത്തിൻ്റെ ഷൂട്ടിങ് തുടങ്ങിയിട്ട്. പക്ഷേ ഇന്നാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് എൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയത്. ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ ഞാനും ഉറ്റുനോക്കുന്ന ഒരു പടമാണ്. ഒരുവിധം ആളുകളൊക്കെ ഉറ്റുനോക്കുന്ന പടമാണ് ബറോസ്. അതിന് കാരണം മോഹൻലാൽ എന്ന് പറയുന്ന താരം തന്നെ. മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സംവിധാനം. എത്രയോ കാലങ്ങളായി, 10-40 കൊല്ലമായി അദ്ദേഹം സിനിമാ ഫീൽഡിൽ. അപ്പം മൂപ്പര 40 കൊല്ലത്തെ എക്സ്പീരിയൻസ് എല്ലാം കൂടി ചേർന്നതായിരിക്കുമല്ലോ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന, ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഒരുപാട് ഹൈപ്പും പ്രതീക്ഷകളും നൽകുന്നതൊക്കെ ഒരു സിനിമയാണ് ബറോസ്. അപ്പോൾ ഏതായാലും നമുക്ക് വളച്ചു നീട്ടാതെ അതിൻ്റെ ട്രെയിലർ ഒന്ന് കാണാം. ഈ ഹെഡ്ഫോൺ യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. ആശീർവാദ് സിനിമാസ്. ലാലേട്ടനാണ് ഭൂതം. വെറൈറ്റി ഗെറ്റപ്പ് തന്നെ കേട്ടാ. ഒരുപാട് വിദേശ താരങ്ങളൊക്കെ ഉണ്ട് ഇതില്. ഒരു ഇന്റർനാഷണൽ മൂവി ആയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു കുട്ടികളൊക്കെ ലക്ഷ്യമാക്കിയിട്ടുണ്ടാക്കിയ ഒരു 3D മൂവിയാണെന്നാണ് തോന്നുന്നത്. ഒരു പ്രണവ് ലുക്ക്. ഇത് പക്ക 3D ആണ് മൂവി. 3D തന്നെ കാണണം. ഞാൻ ഏതായാലും വേറൊരു സിനിമയിലും മോഹൻലാലിനെ ഈ ഒരു ഗെറ്റപ്പിൽ കണ്ടിട്ടില്ല. ഒരു വെറൈറ്റി ഗെറ്റപ്പ് തന്നെയാണ് ലാലേട്ടൻ. ആക്ഷനൊക്കെ ഓക്കെ. ഇതിനെക്കാട്ടി വലിയ ആക്ഷൻ മോഹൻലാൽ ചെയ്താണല്ലോ. ഒരു 3D ഒരു കുട്ടികളെ ഉദ്ദേശിച്ചിറക്കിയ മൂവി, അതാണ് എനിക്ക് തോന്നുന്നത്. ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ. ഒരു പക്ക 3D മൂവി, അതാണ് ബറോസ്. അതിലുപരി ഏറ്റവും കൂടുതൽ കുട്ടികളെ ആകർഷിക്കാവുന്ന ഒരുപാട് എലമെന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു, മുതിർന്നവരെ അപേക്ഷിച്ച്. എന്ന് കരുതി മുതിർന്നവർക്ക് ഇഷ്ടാവില്ല എന്നല്ല. പക്ഷേ എന്നിരുന്നാലും കുട്ടികളെയാണ് ഒരുപാട് ഓഡിയൻസ് ആയിട്ട് കരുതിയിരിക്കുന്നു തോന്നുന്നു. അതിൽ മസ്റ്റ് തിയേറ്റർ വാച്ചാണ് പടം. അല്ലാതെ OTT ഒക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അത്രത്തോളം അത് നമുക്ക് ലയിക്കും തോന്നുന്നില്ല. പക്ക 3D ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് ഈ പടം. എന്താണ് ഇപ്പോൾ പ്രൊഡക്ഷൻ്റെ സമയത്ത് തന്നെ ലാലേട്ടൻ തന്നെ പറയുകയാണ് പക്ക 3D ആണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ താരങ്ങളൊക്കെ പുറത്തുനിന്നുള്ള പോർച്ചുഗീസും ഒക്കെ അവിടെ നിന്നൊക്കെ ഉള്ള യുവ താരങ്ങളാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു മലയാളം മൂവി ക്ലിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാം. ഇപ്പോഴത്തെ ഒരു ലെവലിൽ എങ്ങനെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഡീസൻറ്റ് മൂവി ആവും എങ്ങനെയായാലും. ഒരു ഫ്ലോപ്പ് എന്ന ലെവലിലൊന്നും എത്താൻ സാധ്യതയില്ല. കാരണം മോഹൻലാൽ, ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ എഴുതിയത് കൊണ്ട് തിയേറ്ററിലൊക്കെ അത്യാവശ്യം ആൾക്കാർ, ഫാൻസ് ആയാലും മറ്റവരൊക്കെ ആയാലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഒരു ആക്ടർ ഒരു 40-45 കൊല്ലം സിനിമാ ഫീൽഡിൽ അഭിനയ രംഗത്തുണ്ടാകുമ്പോൾ, അത്രയും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു പടം സംവിധാനം ചെയ്യുമ്പോൾ അത് എത്രത്തോളം അയാൾ ആ സിനിമയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം അയാളുടെ കഴിവുകൾ അയാൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ. എങ്ങനെയായാലും അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ആ സിനിമയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതായാലും പടം വരട്ടെ അല്ലേ. അപ്പോൾ ലാലേട്ടനും ആൻ്റണി പെരുമ്പാവൂരും ഇതിൻ്റെ പിന്നണിയിലുള്ള എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഇനി തിയേറ്ററിൽ നിന്ന് കാണാം.